അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്നത് 99 നമ്മുടെ കരങ്ങളിലേക്ക് നോക്കിയാൽ ആ 99ന്റെ എണ്ണം അള്ളാഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. 99 നാമങ്ങളിൽ അത്ഭുതകരമായൊരു നാമമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നടക്കില്ല എന്ന് നമ്മൾ കരുതിയ പല ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നമ്മൾ പരിശ്രമിക്കുകയും മത്സരിക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ അത് സാധ്യമല്ല എന്ന് തോന്നലും നിരാശയും നമ്മെ വേട്ടയാടും. അങ്ങനെയുള്ള ഒരിക്കലും ഇനി നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹങ്ങൾ വരെ നടന്നു കിട്ടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് പഠിക്കുകയും പകർത്തുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെയൊക്കെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. നല്ല ഒരു കല്യാണം കഴിക്കണം, നമ്മിൽ പല ആളുകളുടെയും ആഗ്രഹമാണ്. നല്ലൊരു വീട് വെക്കണം, നമ്മിൽ പല ആളുകളുടെയും ആഗ്രഹമാണ്. നല്ലൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ അഭിലാഷമാണ്. പരിശുദ്ധമായ മക്കയിൽ പോവുക നമ്മുടെ ആഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുക നമ്മുടെ ആഗ്രഹമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുക, ശാരീരികമായ പ്രയാസങ്ങൾ, രോഗമുള്ളവർ രോഗം ശിഫയായി കിട്ടുക എന്നുള്ള വലിയ ഒരു ആഗ്രഹമാണ്. അതുപോലെ കടങ്ങളുള്ള ആളുകൾ അവരുടെ കടങ്ങൾ വീടി കിട്ടുക എന്നുള്ളത് അവരുടെ വലിയൊരു സ്വപ്നമാണ്. കടമില്ലാതെ ജീവിക്കുക എന്നുള്ളത്, നല്ലൊരു ജോലി ലഭിക്കുക, നല്ല വരുമാനം ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. പല ആഗ്രഹങ്ങളിലേക്കും പല സ്വപ്നങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതിയെ പതിയെ ചില ആഗ്രഹങ്ങൾ അതൊന്നും നടക്കില്ല, അതൊന്നും നിനക്ക് വിധിച്ചിട്ടില്ല, അതൊന്നും സാധ്യമല്ല എന്ന് പലപ്പോഴും ചില ആഗ്രഹങ്ങളിലെങ്കിലും നമ്മൾ പ്രതീക്ഷ അറ്റുകൊണ്ട് വല്ലാത്ത നിരാശയോടെ ഇരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം, നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ അപ്പുറം, നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറം എല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന, നിമിഷ നേരങ്ങളെ കൊണ്ട് എല്ലാം സാധ്യമാക്കാൻ കഴിയുന്ന, ഈ ഭൂമിയെ പടച്ച, ഈ ആകാശം പടച്ച, ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ, അതിൻ്റെ കൂടെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് സാധ്യമാക്കി തരുമെന്ന ഈമാനോടെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 രൂപത്തിലാണ്. ഒന്നിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിൽ ആ ഒരു കാര്യം ഖൈറാണെങ്കിൽ നടത്തി തരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് പകരം മറ്റൊന്ന് അല്ലാഹു നമുക്ക് നൽകുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ആഖിറത്തിലെ ഗുണത്തിന് വേണ്ടിയിട്ട് ദോഷം കുറയ്ക്കാനും ദറജ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പം എന്ത് നമ്മൾ ദുആ ചെയ്താലും ആ ദുആഇന് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒന്നിരിക്കൽ അല്ലാഹു ദുനിയാവിൽ നൽകും, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമുക്ക് നൽകും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദുനിയാവിൽ തന്നെ നമുക്ക് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ കാര്യം സാധ്യമാക്കിയെടുക്കാൻ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങൾ, ദുആഇന് ഇജാബത്ത് കിട്ടാനുള്ള ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു എളുപ്പമാർഗ്ഗമാണ് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളുണ്ട്, മനോഹരമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ 99 നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പൊതുവെ അറിയപ്പെടുക. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹുവിൻ്റെ 99 നാമങ്ങളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുമ്പോൾ നമ്മുടെ ഉലമാക്കളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ ആവശ്യം എന്താണോ, ആ ആവശ്യത്തിനോട് യോജിച്ച ഇസ്മുകളെ നാം നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മുടെ കരങ്ങളിലേക്കൊന്ന് നോക്കൂ. നമ്മുടെ കരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടത് കയ്യിൽ 81 എന്ന് നമുക്ക് കാണാൻ കഴിയും, വലത് കയ്യിൽ 18 എന്ന് കാണാൻ കഴിയും. ഇടത് കയ്യിൽ 81 എന്ന് നമുക്ക് കാണാൻ കഴിയും, വലത് കയ്യിൽ 18 എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു രൂപത്തിൽ അറബിയിൽ എഴുതിയ രൂപത്തിലാണ് നമ്മുടെ കയ്യിലെ രേഖകൾ കാണാൻ കഴിയുന്നത്. മിക്ക ആളുകളുടെയും എല്ലാ ആളുകളുടെയും കയ്യിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 81 + 18 ഈ രണ്ട് കരങ്ങൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ 99 എന്ന് നമുക്ക് കാണാൻ കഴിയും. 81 + 18 99 അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളാണ്. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവെ ഈ 99 ഇസ്മുകളുടെ എണ്ണം ഇതാ എൻ്റെ കരങ്ങളിൽ എഴുതിയിരിക്കുന്നു. 99 ഇസ്മുകളുടെ എണ്ണം ഈ കയ്യിൽ 81, ഈ കയ്യിൽ 18 എഴുതിയിരിക്കുന്നു. ഇതാ ഈ 99 കൊണ്ട് ഞാൻ നിന്നിലേക്ക് തേടുന്നു എന്നും ഈ കയ്യിലെ രേഖക്ക് അർത്ഥമുണ്ട് എന്ന് നമ്മുടെ ഉലമാക്കളും പഴമക്കാരും പറയാറുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് ദുആഇന് ഇജാബത്ത് കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഇസ്മുകളാണ്. അതിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ, ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ, അതൊന്നും നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ നിരാശ പൂണ്ട ആഗ്രഹങ്ങൾ, പല ആളുകളും നിനക്കൊന്നും അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ, നിന്നെക്കൊണ്ടൊന്നും അത് സാധ്യമല്ല എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലേ? അള്ളാഹു വിചാരിച്ചാൽ, അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമല്ലേ? അള്ളാഹു വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ട അത്ഭുതകരമായ ഒരു ഇസ്മാണ് യൂസുഫ് നബഹാനി റഹിമഹുല്ലയെ പോലെയുള്ള വലിയ മഹത്തുക്കൾ അസ്മാഉൽ ഹുസ്നയിലേക്ക് വലിയ ഗവേഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ അവര് പരിചയപ്പെടുത്തുന്ന ഒരു ഇസ്മാണ് യാ മുജീബു യാ അല്ലാ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉച്ചരിക്കുമ്പോൾ ആ ഇസ്മിൻ്റെ കൂടെ യാ അല്ലാ എന്ന് കൂടി ചേർത്ത് പറയണമെന്നാണ് നമ്മുടെ ഉലമാക്കളുടെ ഒരു കീഴ്വഴക്കം എന്നുള്ളത്. അതുകൊണ്ട് യാ മുജീബു എന്നുള്ള ഇസ്മ നമ്മൾ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? യാ മുജീബു യാ അല്ലാ, 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 യാ മുജീബു യാ അല്ലാ. അങ്ങനെ ഒരു 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. എല്ലാ ദിവസവും 1000 പ്രാവശ്യം അല്ലെങ്കിൽ 1001 പ്രാവശ്യം നമ്മൾ കൗണ്ടർ കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹ് മാല ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഈ യാ മുജീബ് യാ അല്ലാ, യാ മുജീബ് യാ അല്ലാ, യാ മുജീബ് യാ അല്ലാ എന്ന ഇസ്മ ധാരാളം ചൊല്ലിയിട്ട് 1000 പ്രാവശ്യം 1001 പ്രാവശ്യമോ ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഒരു ഇസ്മാണ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്നൊരു രൂപമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദുനിയാവിൽ നമുക്ക് ഖൈറാണെങ്കിൽ അള്ളാഹു നടത്തി തരട്ടെ. അല്ലെങ്കിൽ ദുനിയാവിൽ ഖൈറല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം തരും. നമ്മൾ ഈ ചോദിക്കുന്നതിൻ്റെയും നമ്മൾ ഈ അസ്മാഉകൾ ഉച്ചരിക്കുന്നതിൻ്റെയും നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നതിൻ്റെയും പ്രതിഫലം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹു നമുക്ക് തരും. 100% ഈമാനോടെ നല്ല തവക്കുലോടെ അസ്മാഉൽ ഹുസ്നയുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് യാ മുജീബു യാ അല്ലാ എന്ന് നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് നൽകട്ടെ, വാഹനമില്ലാത്തവർക്ക് അല്ലാഹു വാഹനം നൽകട്ടെ, കല്യാണം ശരിയാകാത്തവരുടെ കല്യാണം അല്ലാഹു ശരിയാക്കി തരട്ടെ, മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കൾ നൽകട്ടെ, പരിശുദ്ധ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ലഭിക്കാത്തവർക്ക് അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. കടങ്ങൾ മാറ്റി തരട്ടെ, രോഗങ്ങളെ അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാത്തിനും ഉപരി ഈമാനോടെ ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.